ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു അവർ ജയ്പൂർ എപ്പിസോഡ്. അപ്പോൾ ഇപ്പോൾ ടൈം 8:45 ആയിട്ടുണ്ട്. ആക്ച്വലി 8 മണിയാകുമ്പോഴത്തേക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചത് നടന്നില്ല. ഉറങ്ങിപ്പോയി. ഭയങ്കര തണുപ്പാണ്, പറ്റത്തില്ല ഇവിടെ. അതുപോലെ തണുപ്പായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഇനിയിപ്പം ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. താഴെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആമിർ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ആൻറ്റി നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞായിരുന്നു 8 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങുമെന്ന്. നേരത്തെ ഉണ്ടാക്കി വെച്ച് എല്ലാം നടന്നു പോയി. എനിക്ക് ലേറ്റായി പോയി. ഇതാണ് ഫുഡ്. എന്തൊരു ലഡുണ്ട്, പിന്നെ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. എന്താ നമുക്ക് നോക്കാം. ചട്നി ഉണ്ട്, ഇത് പോഹയാണ്. പോഹയുണ്ട്, ഇത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് പോഹ എന്ന് പറയുന്നത് നമ്മുടെ അവലാണ്. അവലിനെ എങ്ങനെയോ ഇവർ നമ്മുടെ മാഗിയൊക്കെ പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് പിന്നെ കോൺഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാലുണ്ട്. അപ്പം നമുക്ക് അറ്റാക്ക് ചെയ്യാം. ലെറ്റ്സ് ടേസ്റ്റ്. ഫസ്റ്റ് ചീല ദാൽ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പോഹ ചെയ്യാം. ഗുഡ്. ചെറിയൊരു പുളിപ്പുണ്ട്, ഇതിനകത്തുള്ളതാണെന്ന് അറിയില്ല, ബട്ട് ഗുഡ്. ഇത് തില്ലിൻ്റെ ലഡുവാണ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ സെസമി സീഡില്ലേ, എള്ള്, വെള്ള എള്ളിൻ്റെ ലഡുവാണ്. ഇത് മകര സംക്രാന്തിക്ക് ഇവിടെ വീട്ടിലുണ്ടാക്കുന്നത്. നമ്മളൊരു ഹോട്ടലിനെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും നല്ലൊരു പരിപാടി ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ അധികം ആരും Airbnb യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കാർത്തിക് സൂര്യയുടെ വ്ളോഗിൽ കണ്ടതാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവത്തിനെ പറ്റി അറിയുന്നത്. Airbnb എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്കൊരു വീട്ടിലെ മുറി തന്നെ റെന്റിന് കിട്ടും. അവിടുത്തെ ഫുഡ് കഴിക്കാം. ഈ ഹോട്ടലിൽ പോയിട്ട് പുറത്തെ ഫുഡ് കഴിക്കുന്നതിലും എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലൊരു റൂം ഈ Airbnb പോലെ സെറ്റ് ചെയ്ത് നമ്മുടെ ഗസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനമാണ്. അതേപോലെ തന്നെ വരുന്നവർക്കും കംഫർട്ടായിരിക്കും. ഹോട്ടൽസൊക്കെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം കംഫർട്ടബിൾ ആവുമെന്ന് നമുക്കറിയില്ല. ബട്ട് Airbnb ഈ പരിപാടി ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആണ്. ജയ്പൂരിനല്ല, എവിടെ പോവുകയാണെങ്കിലും Airbnb ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ബാംഗ്ലൂരൊക്കെ ഫ്ലാറ്റായിട്ട് കിട്ടും നമുക്ക് താമസിക്കാൻ വേണ്ടി. ഫ്ലാറ്റായിട്ട്, അതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു റൂം ഒരു ദിവസത്തേക്ക് 2000-3000 രൂപയാണെങ്കിൽ ഇത് എനിക്കിവിടെ 2 നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് തന്നെ 2000 സംതിങ് രൂപ ആയിട്ടുള്ളൂ. ഞാൻ ചെക്ക് ഇൻ ചെയ്ത് ഇന്നലെ 2 മണിക്കാണ്. എനിക്ക് ഇറങ്ങേണ്ടത് നാളെ 11 മണിക്കോ 10 മണിക്കോ എന്തോ ആണ്. ആ 2 ദിവസത്തേക്ക് എനിക്ക് 2000 സംതിങ് രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഉണ്ട്, എന്നാൽ ബഡ്ജറ്റ് കൂടിയ ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള വീടുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് കമൻറ്റ് ഇടണേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ആമേർ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പം മകരസംക്രാന്തിയുടെ അവധിയൊക്കെ ആയതുകൊണ്ട് റോഡിൽ തിരക്കൊക്കെ കുറവാണ്. നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി, പക്ഷെ റോഡിൽ തിരക്കും കുറവാണ്. പകുതി മുക്കാലും കടകളും അടവാണ്. നമ്മളിപ്പോ കാണുന്ന ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഇതിനെയാണ് അജ്മേരി ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ നൈറ്റ് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം ഗേറ്റ് തന്നെയാണ്. നൈറ്റ് കാണാനും പകല് കാണാനും നല്ല ഡിഫറൻസ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇന്നലെ നൈറ്റ് നമ്മൾ ഈ ഗേറ്റ് കടന്നു പോയപ്പോഴാണ് കുറെ പടക്കൊക്കെ പെട്ടി നല്ല രസം ഉണ്ടായിരുന്നില്ലേ, ആ ഗേറ്റ് തന്നെയാണ് ഈ ഗേറ്റ്. ഈ ഒരു ഗേറ്റിൽ പല സീസൺസിന്റെ പെയിന്റിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ കുറച്ച് കളർ മങ്ങിയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ശ്രദ്ധിച്ചു നോക്കുവാണെങ്കിൽ പല സീസൺസിന്റെ പെയിന്റിംഗ് ഈ ഒരു ഗേറ്റിൽ അവർ വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഗേറ്റ് ആണ് നമ്മുടെ ബാപ്പു ബസാർ, സോറി ബസാറിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് വരുന്ന ഗേറ്റ്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ബാപ്പു ബസാറൊക്കെ വരുന്നത്. അതിനുശേഷം ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഹവാ മഹൽ വരുന്നത്. നമ്മളിപ്പം എന്തായാലും കയറുന്നില്ല. ഇന്നലെ നൈറ്റ് നമ്മൾ ലൈറ്റൊക്കെ ആയിട്ട് കണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് നമ്മൾ ഹവാ മഹലിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഹവാ മഹലൊക്കെ നാളെ കാണാം. അങ്ങനെ പോകുന്ന വഴിയാണ് ദേ നമ്മുടെ ജൽമഹൽ. എനിക്കറിയില്ലായിരുന്നു ഇവിടെയാണ് ജൽമഹൽ. ഞാൻ നാളത്തേക്കാണ് ജൽമഹൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പോകുന്ന വഴി എന്തായാലും ജൽമഹൽ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും അകത്തോട്ട് എൻട്രി ഇല്ല. ഇപ്പോഴാണെങ്കിൽ തിരക്കും ഇല്ല, അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് വ്യൂ ഒക്കെ ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നും ഇറങ്ങാൻ പാടില്ല, കണ്ടോ പട്ടത്തിന്റെ നൂല് കിടക്കണുണ്ടോ. ഈ നൂലൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. വെള്ളത്തിന് നടുക്കാണ്. നേരത്തെ അവിടെ നമുക്ക് കയറി കാണാനൊക്കെ പറ്റുമായിരുന്നു, ബട്ട് ഇപ്പോൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. നമുക്ക് ജൽമഹലിൽ പോകാനൊന്നും പറ്റില്ല. ഇനി നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ആമീർ ഫോർട്ടിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മിസ്സായിപ്പോവും ഉറപ്പായിട്ടും.
ഇവിടുത്തെ വ്യൂ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും വൈകാതെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. കാരണം നമുക്കൊന്നും മിസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഇന്നത്തെ പ്ലാൻ പടി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നാണ്. जी कितना होगा? 550 आना होगा। एक जन का दोनों का 550। हम तो गाइड होते हैं, सरकारी गाइड है। अगर लेते हैं तो रास्ता दिखाता अंदर से समझाएगा। जीप से जाना तो जीप ले। कितना देर लगेगा? करीब 1.5 घंटा लगेगा। मेन खिलाएगी। അങ്ങനെ നമ്മൾ ആമേർ ഫോർട്ട് എടുക്കാറായപ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ് ഈ 2 ഗൈഡുമാർ. ഇവർ പറയുന്നത് 2 പേർക്ക് 550 രൂപയാണ്. ഇവര് 3/4 മണിക്കൂർ എന്തോ ആണ് ജീപ്പിൽ കൊണ്ടുപോകും. അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ബട്ട് ആക്ച്വലി ഇതൊരു സ്കാം ആണ്. നമുക്ക് ഗൈഡിനെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഗൂഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവർ പറയുന്നത് 2 വീലർ മേലോട്ട് പോകില്ല എന്നൊക്കെ പറയും. പക്ഷെ വെറുതെയാണ്. 2 വീലർ മേലോട്ട് പോകും. നമുക്ക് മേളിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയി കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം മേളിൽ നിന്ന് തന്നെ ഗൈഡിനെ ഹയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും അങ്ങനെ വരുന്നവർക്ക് മേളിൽ വരെ പോകാനുള്ള വഴിയുണ്ട്. പക്ഷെ ഇവർ പറയുന്നത് പോകാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അത് വെറുതെയാണ്. മേളിൽ വരെ പോകാനുള്ള വഴിയുണ്ട്. അല്ലാതെ വരുന്നവരാണ് ഇപ്പൊ ബസ്സിനോ അങ്ങനെ എന്തെങ്കിലും വരുന്നവരാണെങ്കിൽ വേറെ മാർഗമൊന്നും ഇല്ല എങ്കിൽ മാത്രം നമുക്ക് ഇവരെ ഹയർ ചെയ്ത് ഇവരുടെ കൂടെ പോകാം. ഇത് ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കാറെല്ലാം പാർക്ക് ചെയ്യുന്നത്. അതിന് തൊട്ടപ്പുറത്ത് കുറച്ചുകൂടെ മേലോട്ട് കയറുമ്പോഴത്തേക്കാണ് ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലം വരുന്നത്. പിന്നെ ഇവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ വരെ ബൈക്ക് പോകുള്ളൂ കേട്ടോ. ഇവിടെ ബൈക്കും കാറും എല്ലാം പാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് പതുക്കെ നടന്ന് മേലോട്ട് പോകാം. ഇതാണ് ജയ്പൂരി ടോപ്പി, പഗടി അങ്ങനെ പലതും പറയും. നമ്മുടെ ഈ കല്യാണത്തിനും ജയ്പൂരിലുള്ള ആണുങ്ങൾ വെക്കുന്ന ഒരു തൊപ്പിയാണ് ആക്ച്വലി. മോസ്റ്റ് ഓഫ് മെൻസ് ആണ് വെക്കുന്നത്. വിമൻസ് അങ്ങനെ വെക്കാറില്ല. വിമൻസ് തലയിൽ കൂടെ തുണിയിട്ട് ഓടിനി എന്ന് പറയുന്ന സാധനം തലയിൽ കൂടെ തുണിയിട്ട് ഗൂങ്കിട്ടിട്ടാണ് നടക്കുന്നത്. ഈ കേൾക്കുന്ന മ്യൂസിക് ആണ് ജയ്പൂരിന്റെ ഫോക്ക് മ്യൂസിക്. നമ്മളങ്ങനെ ആമേർ ഫോർട്ടിലെത്തി. ഇവിടെ ഗൈഡന്മാരുടെ ഭയങ്കര ശല്യമുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി ഒരുപാട് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം ഗൈഡിനെ ഹയർ ചെയ്യുക. അല്ലാതെ ഗൈഡിൻ്റെ ആവശ്യമില്ല. അവർ പലതും പറയും, വണ്ടി കൊണ്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും. പക്ഷേ 2 വീലർ കൊണ്ട് മേളിൽ കയറി വരാൻ പറ്റും. ഇതാണ് ദിവാനെ ആം. രാജാവിന്റെ മുഖ്യ ദർബാർ ആയിരുന്നു എന്നാ പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മണിച്ചിത്രത്താഴില് ശോഭന ചേച്ചി രാജാവിന് വേണ്ടി ഡാൻസ് കളിക്കില്ലേ, അപ്പൊ കുറെ രാജാക്കന്മാരും മന്ത്രിമാരും ഇങ്ങനെ സൈഡിലൊക്കെ നിരന്ന് നിൽക്കില്ലേ, അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഇവിടെ. അതേപോലെ നമ്മുടെ പ്രജകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ, പ്രജകളുടെ ആവശ്യങ്ങളും പ്രജകളുടെ ദുഃഖങ്ങളും അതേപോലെ എന്തെങ്കിലും ശിക്ഷയൊക്കെ നടപ്പാക്കാനായിട്ട് ഉത്തരവ് കൊടുക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു ഇത് എന്നാണ് പറയുന്നത്. സോ നമ്മള് ഇപ്പൊ ശീഷ് മഹലിന്റെ അടുത്തെത്തി. ദിസ് ഈസ് ശീഷ് മഹൽ. ശീഷ് മഹൽ മിറർ പാലസ്. ഈ ശീഷ് മഹൽ ബിൽഡ് ചെയ്തത് മഹാരാജ മാൻസിംഗ് ആണ്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയത് ഏർലി 18th സെഞ്ചുറിയിലാണ്. അന്നത്തെ രാജാവ് ജയസിംഗ് ആയിരുന്നു. പണ്ടൊക്കെ രാജ്ഞിമാർക്ക് ഓപ്പൺ എയർ അല്ലെങ്കിൽ പുറത്ത് സ്റ്റാർസ് ഒക്കെ കണ്ട് കിടക്കാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല. സോ അവർക്ക് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തതാണിത്. ഇത് എ ടൈപ്പ് ഓഫ് മിമിക്കിങ്. ഇത് ഫുള്ള് ബിൽഡ് ചെയ്തേക്കുന്നത് ചെറിയ ചെറിയ മിററിന്റെ പീസ് വെച്ചിട്ടാണ്. അപ്പൊ ഒരു ചെറിയ ലൈറ്റ് വന്നാൽ തന്നെ അവർക്ക് നൈറ്റിൽ ഈ സ്റ്റാർസിനെ മിമിക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ഫേക്ക് സ്റ്റാർസ് കണ്ട് കിടക്കാം. ഒറിജിനൽ സ്റ്റാർസ് കാണാനായിട്ടുള്ള അനുവാദം അല്ലെങ്കിൽ പുറത്ത് കിടക്കാനായിട്ട് അവർക്ക് പറ്റാത്തത് കൊണ്ട് ഫേക്ക് ആയിട്ടുള്ള സ്റ്റാർസിനെ അവർ ബിൽഡ് ചെയ്ത് ആ ഒരു സംഭവമാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശീഷ് മഹൽ ഫേമസ് ആയ എന്താന്ന് വെച്ചാൽ ഇതിന്റെ മിറർ വർക്ക് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ചെറിയ ചെറിയ ഗ്ലാസ്, അന്നത്തെ കാലത്ത് ചെറിയ ചെറിയ ഗ്ലാസിന്റെ പീസസ് ഓരോ ഡിസൈൻസിലാക്കിയിട്ടാണ് അവരിത് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞത് തൊട്ട് ഇതൊരു പ്രൈവറ്റ് ചാമ്പർ ആണ്. റാണിമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ചാമ്പർ ആണ്. ഇവിടെ മെൻ അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. എത്രത്തോളം കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ ആംബർ ഫോർട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ശീഷ് മഹലൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാണ്. ഇതിനടുത്ത് തന്നെ കുറച്ച് അട്രാക്ഷൻസ് ഉണ്ട്. പന്ന മീനാക്ക കുണ്ട്, അതേപോലെ മീരാ മന്ദിർ, അങ്ങനെ കുറച്ച് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് പന്ന മീനാക്ക കുണ്ട് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബോളിവുഡ് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ ആണ്. പക്ഷെ ചെറിയൊരു സംഭവമാണ്. ബട്ട്
ഇതധികം സേഫ് അല്ല. കുട്ടികളെ ഒന്നും കൊണ്ട് മാക്സിമം വരാതിരിക്കുക, അവോയ്ഡ് ചെയ്യുക. കാരണം കാല് തെറ്റി വീണ് കഴിഞ്ഞാൽ തീർന്നു. പിള്ളേർ ഓടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അവർ ഇറങ്ങാനും സമ്മതിക്കത്തില്ല. ഫസ്റ്റിൽ വേണമെങ്കിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം, അതിൽ താഴോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഇവിടെ ഒരു സേഫ്റ്റി ഇല്ല, സേഫ്റ്റിക്കായിട്ട് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ ആംബർ ഫോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റേഴ്സ് എന്തേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടുന്ന് നമ്മൾ മീരാ മന്ദിറിലേക്കാണ് പോകുന്നത്. അതും ഏകദേശം ഒരു 2.4 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മീരാ മന്ദിർ വന്നു. ഇതിന്റെ ഒഫീഷ്യൽ നെയിം ശ്രീ ജഗത് ശിരോമണി ടെമ്പിൾ എന്നാണ്. ഇതാണ് നമ്മുടെ മീരാ മന്ദിർ. കൃഷ്ണന്റെയും മീരയുടെയും ടെമ്പിൾ ആണ് വരുന്നത്. ഇതിന്റെ ആർക്കിടെക്ചർ രക്ഷയില്ല കേട്ടോ. അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു രാജകീയ വൈബ്. ലൈക്ക് നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടേക്കുന്ന പഴയ കാലത്തെ ഒരു അമ്പലങ്ങൾ പോലത്തെ ഒരു രാജകീയ വൈബാണ്. രാജകീയ ഒരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ വൈബാണ്. ഇതിന് ചുറ്റും കല്ലുകൊണ്ട് കൊത്തിയാണ് ഓരോ ശിലകളും ഓരോ ഡിസൈൻസും പണിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ജയ്പൂർ വരികയാണെങ്കിൽ ഈ ഒരു പ്ലേസ് ഒരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ ഇന്ന് നമ്മൾ 3 പ്ലേസ് ആണ് കവർ ചെയ്തത്. അപ്പം നമുക്ക് പകുതി സമയം പോലും ആയിട്ടില്ല. എന്നാൽ വീഡിയോ എൻഡ് ചെയ്യേണ്ട ടൈമായി, കാരണം ഭയങ്കര ലെങ്തി ആയി പോകുന്നുണ്ട്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.